ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും ദക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ വ്യക്തിയും തേർഡ് പാർട്ടിയും തമ്മിലുള്ള കറൻറ്റ് എനർജീസ് എങ്ങനെയാണെന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഈ ഒരു വ്യക്തിക്ക് നിങ്ങളോടിപ്പോൾ ഉള്ള ഒരു ഓവറോൾ എനർജി കൂടി നമുക്ക് നോക്കാം. അപ്പോൾ ഇത് തീർത്തും ഒരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ വരുന്ന എനർജീസ്, സിറ്റുവേഷൻസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു ഗൈഡൻസ് ആയി എടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യിപ്പിക്കാതെ വിട്ടുകളയുക. അപ്പോൾ നമുക്കിനി റീഡിങ്ങിലേക്ക് പോവാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ സ്പ്രെഡ്. അപ്പോൾ ഇവിടെ നമുക്ക് ആദ്യമേ തന്നെ നിങ്ങളുടെ വ്യക്തിയും തേർഡ് പാർട്ടിയും തമ്മിലുള്ള ഒരു ഗിവ് ആൻഡ് ടേക്ക് ഇപ്പോൾ എങ്ങനെയാണ് എന്നുള്ളത് നോക്കാം. അപ്പോൾ കറൻ്റ്ലി ഇവിടെ ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് നിങ്ങളുടെ തേർഡ് പാർട്ടിയുടെ എനർജിയാണ് വളരെ ഹൈ ആയിട്ട് നിൽക്കുന്നത്. നിങ്ങളുടെ വ്യക്തിയുടെ എനർജി ആണെന്നുണ്ടെങ്കിൽ ഒരു ലോ എനർജിയിലാണ് എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം. അപ്പോൾ ഇവിടെയുള്ള ഈ ഒരു തേർഡ് പാർട്ടി ആര് തന്നെയാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ വ്യക്തിയെ വളരെയധികം ഹോൾഡ് ചെയ്ത് നിർത്താനായിട്ട് ശ്രമിക്കുന്നതായിട്ട് നമുക്കിവിടെ കാണാം. അത് മാത്രമല്ല, ഇപ്പോൾ അവരുടെ ഒരു റിലേഷൻഷിപ്പിനകത്താണെന്നുണ്ടെങ്കിലും പല വിധമായിട്ടുള്ള ആർഗ്യുമെൻറ്റ്സോ കാര്യങ്ങളോ അങ്ങനെ പല രീതിയിലും ഉള്ള പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒക്കെ നടക്കുന്നുണ്ടാവാം. എങ്കിൽ പോലും നിങ്ങളുടെ വ്യക്തി വളരെയധികം സൈലൻ്റ് ആയിട്ടിരിക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ അവരതിനകത്ത് പ്രത്യേകിച്ച് ആക്ഷനോ കാര്യങ്ങളോ ഒന്നും എടുക്കുന്നുണ്ടാവില്ല. അപ്പം നമ്മൾ ആദ്യമേ പറഞ്ഞതുപോലെ കൂടുതലൊരു എനർജി അല്ലെങ്കിൽ ആ ഒരു രീതിയിലുള്ള കാര്യങ്ങൾ നിങ്ങളുടെ തേർഡ് പാർട്ടിയിൽ നിന്നാണ് അവിടെ സംഭവിക്കുന്നതെങ്കിൽ പോലും ഈ ഒരു പേഴ്സൺ പ്രത്യേകിച്ച് അങ്ങനെ അതിനകത്ത് ഇൻവോൾവ് ചെയ്യാതെ അല്ലെങ്കിൽ മാറി നിൽക്കുന്ന ഒരവസ്ഥയാണ്. ഒരുപക്ഷെ അവരതിന് പ്രതികരിക്കുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങൾക്കോ അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു തേർഡ് പാർട്ടിയുടെ പ്രതികരണത്തിനോ ഒരു തണുപ്പൻ മട്ടിലൂടെ ആയിരിക്കാം ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ ഒരു തേർഡ് പാർട്ടി ആയിട്ട് വന്നിരിക്കുന്നത് ആര് തന്നെയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് എങ്ങനെയുള്ളതാണെന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും അവിടെ മുൻകൈ എടുക്കുന്നത് ഈ ഒരു തേർഡ് പാർട്ടി തന്നെയാണ്. അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പിൽ ഒരു ബോസിനെസ് തീർച്ചയായിട്ടും ആ ഒരു തേർഡ് പാർട്ടിയിലാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. ഇപ്പോൾ ചില റിലേഷൻഷിപ്പ് നമുക്കറിയാം, ഏത് ബന്ധമാണെന്നുണ്ടെങ്കിലും ഈക്വൽ ഗിവ് ആൻഡ് ടേക്കിൽ പോകുന്നുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഒരാൾ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു, ഒരാൾ ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല. അല്ലാന്നുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും ഒരാൾ കൂടുതൽ നിയന്ത്രിക്കാൻ നോക്കുന്നു, മറ്റേ ആൾ കൂടുതൽ അനുസരിക്കേണ്ടതായിട്ട് വരുന്നു. അല്ലെങ്കിൽ ഒരാൾ അനുസരിപ്പിക്കാൻ നോക്കുമ്പോൾ മറ്റേ ആൾ അത് കേൾക്കാത്ത രീതിയിൽ പോകുന്നു. ആ ഒരു കേസസിലൊക്കെ വരുമ്പോൾ ക്ലാഷസും അവിടെ ഉണ്ടാവും. അപ്പോൾ എന്ന് പറയുന്ന പോലെ പല രീതികൾ ഉണ്ടെന്നുണ്ടെങ്കിലും ഇവിടെ ഇത്തരത്തിലാണ് നമുക്ക് ഇവരുടെ ഒരു റിലേഷൻഷിപ്പ് കാണാനായിട്ട് കഴിയുന്നത് കറൻ്റ്ലി. വേണമെങ്കിൽ പാസ്റ്റിൽ അവരുടെ റിലേഷൻഷിപ്പിൽ ചിലപ്പോൾ ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് ഒക്കെ ഉണ്ടായിരുന്ന ഒരു ബന്ധമായിരിക്കാം ഇപ്പോഴായിരിക്കും ഈ ഒരു സാഹചര്യത്തിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു തേർഡ് പാർട്ടിയുടെ ക്യാരക്ടർ ഓൾറെഡി ഈ ഒരു തരത്തിൽ കൺട്രോൾ ചെയ്ത് നിർത്തുന്ന തരത്തിലുള്ള ഒരു എനർജി ആയിരിക്കും. അതായത് എവിടെയാണെന്നുണ്ടെങ്കിലും ഒരു റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പ് ആയിക്കോട്ടെ, ഏത് കാര്യത്തിലും അവിടെ കുറച്ചുകൂടി ഒരു മുൻകൈ എടുക്കുന്ന ആൾക്കാരുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ എല്ലാം എൻ്റെ നിയന്ത്രണത്തിൽ വരണം, ഞാൻ പറയുന്നത് പോലെ മറ്റുള്ളവർ അനുസരിക്കണം എന്നൊക്കെ ചിന്തിക്കുന്ന വ്യക്തികളുണ്ട്. അപ്പോൾ ആ ഒരു തരത്തിലുള്ള ഒരു നേച്ചർ ആവാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ വ്യക്തി ആയിരിക്കും യങ്ങറായിട്ട് നിൽക്കുന്നത്, തേർഡ് പാർട്ടി അവരെക്കാൾ ഏജ് കൂടിയുള്ളൊരു പേഴ്സൺ ആയിരിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വ്യക്തി കുറച്ചൊരു ചൈൽഡിഷ് നേച്ചർ അല്ലെങ്കിൽ കുറച്ചൊന്ന് ഇന്നസെൻ്റ് ആയിട്ടുള്ള ഒരു പേഴ്സണൊക്കെ ആയിരിക്കാനുള്ള സാധ്യതയുണ്ട്. അവർ കുറച്ചുകൂടി മെച്ചുറായിട്ട് കാര്യങ്ങൾ കാണുകയും ആ ഒരു തരത്തിൽ കാര്യങ്ങൾ നിയന്ത്രിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കാം. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും അതിപ്പോൾ ഏജ് വൈസ് ആണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ അവരുടെ രണ്ടുപേരുടെയും ക്യാരക്ടർ വൈസ് ആണെന്നുണ്ടെങ്കിലും തേർഡ് പാർട്ടിയുടെ ഒരു എനർജിയാണ് നമുക്ക് ഹൈ ആയിട്ട് നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യമേ പറഞ്ഞതുപോലെ അവിടെ ആർഗ്യുമെൻറ്റ്സ് ഉണ്ടാവാം, അല്ലെങ്കിൽ ഈ ഒരു പേഴ്സണെ ഹോൾഡ് ചെയ്ത് നിർത്താനായിട്ട് ശ്രമിക്കുന്നുണ്ടാവാം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടെങ്കിലും ഇവിടെയുള്ളൊരു എനർജി പ്രകാരം പറയുകയാണെന്നുണ്ടെങ്കിലും 24 hours ദേഷ്യപ്പെട്ടിരിക്കുന്നു അല്ലെങ്കിൽ ആർഗ്യുമെൻറ്റേറ്റീവായിട്ട് പോകുന്നു എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. കാരണം ഇവിടെയുള്ള ഈ ഒരു തേർഡ് പാർട്ടി എനർജി എന്ന് പറയുമ്പോൾ വളരെയധികം ഡിപ്ലോമാറ്റിക് ആയിട്ടൊക്കെ ചിലപ്പോൾ അവസരങ്ങൾക്കനുസരിച്ച് പെരുമാറാൻ കഴിവുള്ള ഒരു വ്യക്തിയായിരിക്കണം. അതായത് ഇപ്പോൾ ദേഷ്യപ്പെടേണ്ടുന്നൊരു സാഹചര്യമൊക്കെ ഉണ്ടെങ്കിലും അതനുസരിച്ച് തന്നെ ആളെ തണുപ്പിക്കാനോ അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യങ്ങൾ വഴിതിരിച്ചു വിടാനോ ഒക്കെ കഴിവുള്ള ഒരു വ്യക്തി തന്നെ ആയിരിക്കണം. അപ്പോൾ ഇവിടെ ഈ ഒരു തേർഡ് പാർട്ടി എനർജി നിങ്ങളുടെ വ്യക്തിയെ കാണുന്നത് തന്നെ പെട്ടെന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന, അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വരുതിയിൽ കൊണ്ടുവരാൻ പറ്റുന്ന ഒരു വ്യക്തിയായിട്ടാണ്. ഇപ്പോൾ ഓരോരുത്തരെ കുറിച്ച് നമുക്ക് ഓരോ കാഴ്ചപ്പാടുണ്ടാവും. ഇപ്പോൾ ചിലവരെ നമ്മൾ വിചാരിക്കും അവർ ഭയങ്കര ഒരു ഹാർഡ് നട്ടാണ്, അല്ലെങ്കിൽ കുറച്ച് ക്രൂക്കഡ് ആയിട്ടുള്ള ഒരു പേഴ്സണാണ്, പെട്ടെന്ന് അവരുടെ അടുത്ത് ഒരു കള്ളത്തരങ്ങളൊന്നും ഓടില്ല, അല്ലെങ്കിൽ വളരെ ബോൾഡാണ്, അങ്ങനെയൊക്കെ പലരെക്കുറിച്ചും നമുക്കൊരു ധാരണയുണ്ടാവാം. അപ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെ ഇവിടെയുള്ള ഈ ഒരു തേർഡ് പാർട്ടി എനർജിക്ക് നിങ്ങളുടെ വ്യക്തിയെക്കുറിച്ച് അത്ര ഭയങ്കര സ്ട്രോങ് ആണെന്നോ അല്ലാന്നുണ്ടെങ്കിൽ അവരെ കൺട്രോൾ ചെയ്ത് നിർത്താൻ പാടാണെന്നോ അങ്ങനെയുള്ള ചിന്തകളൊന്നുമില്ല. അവർ ഈസി ആയിട്ട് കൺട്രോൾ ചെയ്യാം, അല്ലെങ്കിൽ പറഞ്ഞ് നിയന്ത്രണത്തിലാക്കാൻ എളുപ്പമാണ് എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ നമ്മൾ ആദ്യമേ പറഞ്ഞതുപോലെ ഇവിടെ നിങ്ങളുടെ വ്യക്തിയാണെന്നുണ്ടെങ്കിലും
ഓവറായിട്ട് അവിടെ പ്രതികരിക്കുന്നില്ല. അതായത് നമ്മൾ ഒഴിഞ്ഞു മാറി നിൽക്കുക എന്നൊക്കെ പറയുന്ന പോലെയുള്ള ഒരവസ്ഥയിലൂടെ ആയിരിക്കണം ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ തേർഡ് പാർട്ടിയിൽ നിന്ന് എന്ത് റിയാക്ഷൻ ആണെന്നുണ്ടെങ്കിലും, അതിപ്പോൾ സ്നേഹമായിക്കോട്ടെ, ചിലപ്പോൾ ഒരുപാട് അറ്റാച്ച്മെൻറ്റോ സ്നേഹമൊക്കെ കാണിക്കുന്നുണ്ടാവാം, അല്ലാന്നുണ്ടെങ്കിൽ ആർഗ്യുമെൻറ്റ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ പല കാര്യങ്ങളിൽ ഇടപെടുന്ന ഒരു അവസ്ഥയായിരിക്കും. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ വ്യക്തിയും അതിന് തുല്യമായിട്ട് അങ്ങോട്ട് റെസ്പോണ്ട് ചെയ്യാനായിട്ട് നിൽക്കുന്നില്ല. ഒരു തണുപ്പൻ മട്ടിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ ചിലപ്പോൾ ഒഴിവാക്കുന്ന പോലെയുള്ള ഒരു എനർജിയിലായിരിക്കാം, അല്ലെങ്കിൽ എല്ലാം മൂളിക്കിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയായിരിക്കും. അപ്പോൾ അതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ വ്യക്തി ഒരു ഡബിൾ മൈൻഡിലൂടെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ അവർക്ക് തീരുമാനം എടുക്കാൻ കഴിയുന്നില്ല, ചില കാര്യങ്ങളിൽ കൺഫ്യൂഷൻ ഉള്ളതായിട്ട് തന്നെ കാണും. ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് അവർക്കൊരു കൺഫ്യൂഷൻ വന്നു ചേർന്നിട്ടുണ്ട്. അതൊന്നില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു തേർഡ് പാർട്ടി ആര് തന്നെയായാലും ആ ഒരു വ്യക്തിയെ ഇവർ സംശയിക്കുന്നുണ്ടാവാം, അല്ലെങ്കിൽ ഇവർ കരുതിയ പോലെയുള്ള ഒരു വ്യക്തി അല്ലേ എന്നുള്ളൊരു രീതിയിലുള്ള തോട്ടായിരിക്കാം. മറ്റൊരു തരത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു തേർഡ് പാർട്ടിയെക്കുറിച്ചുള്ള ഒരു ഡൗട്ട് നിങ്ങളുടെ പേഴ്സൻ്റെ മനസ്സിൽ കടന്നുകൂടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അവർ കൂടുതൽ അടുക്കാനും അല്ലെങ്കിൽ കൂടുതൽ വെറുപ്പിക്കാനും രണ്ടിനും അവർ നിൽക്കാത്ത ഒരു സ്റ്റേജാണ് നമുക്കിപ്പോൾ കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അവർ തമ്മിൽ ഇപ്പോൾ ലോങ് ഡിസ്റ്റൻസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ പോലും ഈ ഒരു പേഴ്സൺ വലിയൊരു അറ്റാച്ച്മെൻറ്റോ കാര്യങ്ങളോ ഒന്നും കാണിക്കുന്നുണ്ടാവില്ല. കൂടെയുള്ള വ്യക്തിയാണെന്നുണ്ടെങ്കിലും കാണിക്കുന്നുണ്ടാവില്ല. അതായത് ഒരു സേഫ് ഡിസ്റ്റൻസ് ഈ ഒരു പേഴ്സൺ തന്നെ മനസ്സിനകത്ത് അവർക്കുമായിട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു തേർഡ് പാർട്ടി എനർജിയിൽ അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷനിൽ പൂർണ്ണമായിട്ടും സാറ്റിസ്ഫൈഡ് ആയിട്ട് നിൽക്കുന്ന അവസ്ഥയിലല്ല നിങ്ങളുടെ പേഴ്സൺ ഉള്ളത്. അവർ നമ്മൾ ആയുധം വെച്ച് കീഴടങ്ങുക എന്നൊക്കെ പറയുന്ന പോലെയുള്ള ഒരു അവസ്ഥയാണ്. അവർക്ക് തന്നെ എന്ത് ചെയ്യണം എന്നറിയില്ല, ഒരു കൺഫ്യൂസ്ഡ് മൈൻഡിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥ. നമ്മൾ തള്ളാനും പറ്റില്ല അല്ലെങ്കിൽ കൊള്ളാനും പറ്റില്ല എന്ന് പറയുന്ന ഒരു അവസ്ഥയിലൂടെയാണ് ഈ ഒരു പേഴ്സൺ ഇപ്പോൾ ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനെ നോക്കി കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ആ ഒരു റെസ്റ്റിംഗ് എനർജി വന്നിരിക്കുന്നത്. ചിലപ്പോൾ ആ ഒരു പേഴ്സൺ കാര്യങ്ങൾ പ്ലാൻ ചെയ്യാൻ എടുക്കുന്ന ഒരു ടൈമായിരിക്കാം, അവർ എന്ത് വേണം എന്ന് ആലോചിക്കുന്നതായിരിക്കാം. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു പേഴ്സണെ കൂടുതലായിട്ട് അവരിലേക്ക് അടുപ്പിക്കുകയും അല്ലെങ്കിൽ കൂടുതലായിട്ട് വെറുപ്പിക്കുകയും ചെയ്യാതെ ഇരിക്കുന്ന ഒരവസ്ഥ നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ ഇവിടെ ആ ഒരു തേർഡ് പാർട്ടി എന്ന് പറയുന്ന വ്യക്തി എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാലും നിങ്ങളുടെ വ്യക്തി അതിനെതിരായിട്ട് ഭയങ്കരമായിട്ട് ബഹളം ഉണ്ടാക്കാനോ അല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെ ആ ഒരു രീതിയിലൊന്നും ഒരിക്കലും പോകാൻ സാധ്യതയില്ലാത്ത ഒരു ടൈം പീരീഡാണിപ്പോൾ. അപ്പോൾ നമുക്കിവിടെ നിങ്ങളുടെ വ്യക്തിയും തേർഡ് പാർട്ടിയും തമ്മിലുള്ള ഒരു സ്പ്രെഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാണാം, കൂടുതലും അതിനകത്ത് ആ ഒരു സ്വേർഡ്സ് എനർജിയാണ് കയറി വന്നിരിക്കുന്നത്. ദാറ്റ് മീൻസ് അവിടെ കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലം, അതുപോലെ തന്നെ ഒരു മെൻ്റൽ കോൺഫ്ലിക്റ്റ് ആവാം, അല്ലാന്നുണ്ടെങ്കിൽ നേരിട്ടുള്ള ഒരു കോൺഫ്ലിക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ആവാം, അതുപോലെ തന്നെ ആങ്സൈറ്റി, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ആ ഒരു റിലേഷൻഷിപ്പിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. രണ്ടു പേർക്കും പലതരത്തിലുള്ള സമ്മർദ്ദങ്ങളും കാര്യങ്ങളും, ഒരു ഓപ്പൺ ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്തൊരവസ്ഥ, അല്ലെങ്കിൽ മനസ്സ് തുറന്ന് സംസാരിക്കാൻ പറ്റുന്നില്ല, എന്തെങ്കിലുമൊക്കെ ഒരു ഡിസ്റ്റർബൻസ് ഉള്ളതുപോലെ, അല്ലെങ്കിൽ ആ ഒരു പഴയ എനർജി കിട്ടാത്ത പോലെയുള്ള കാര്യങ്ങളൊക്കെ അതിനകത്ത് ഫീൽ ചെയ്തേക്കാം. ആ ഒരു തരത്തിലുള്ള ഒരു എനർജി വളരെ കയറി നിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് നിങ്ങളുടെ പേഴ്സൻ്റെ ഭാഗത്തു നിന്നായിരിക്കാം. നമ്മൾ ഓൾറെഡി പറഞ്ഞു, അവർക്കൊരു സംശയവും കാര്യങ്ങളുണ്ട്, ഡിസിഷൻ എടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അവരാണെന്നുണ്ടെങ്കിലും ഇതിനകത്ത് ഒരുപാട് ആങ്ഷ്യസ് ആണ് തീർച്ചയായിട്ടും. അപ്പോൾ പ്രസൻ്റ്ലി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ആരുടെ ഒരു തേർഡ് പാർട്ടി എനർജി റീഡിംഗ് ആണെന്നുണ്ടെങ്കിലും അത്ര നല്ല സ്മൂത്തായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയല്ല എന്ന് വേണമെങ്കിൽ പറയാം. എന്ന് വിചാരിച്ച് അവർ തമ്മിൽ അടിച്ചു പിരിഞ്ഞിരിക്കുന്ന ഒരവസ്ഥയാണ് ആ ഒരു രീതിയിൽ നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. പക്ഷെ മനസ്സിനകത്ത് രണ്ടുപേരും തമ്മിൽ ഒരുപാട് പൊരുത്തക്കുറവുണ്ട്, അല്ലാന്നുണ്ടെങ്കിൽ ആ പൊരുത്തക്കേടുകൾ നിറഞ്ഞു നിൽക്കുന്നതായിട്ട് തന്നെ നമുക്ക് കാണാം. ഇവിടെ ഈ ഒരു തേർഡ് പാർട്ടി ആണെന്നുണ്ടെങ്കിലും വളരെയധികം ഇംപേഷ്യൻ്റ് അല്ലെങ്കിൽ റെസ്ലെസ് ആണ് ഈ ഒരു സാഹചര്യത്തിൽ. ഒന്നില്ലാന്നുണ്ടെങ്കിൽ അവർ പ്ലാൻ ചെയ്യുന്നത് പോലെ കാര്യങ്ങൾ നടക്കാത്തത് കൊണ്ടോ, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞതുപോലെ അത്ര ഈസി ആയിട്ട് ഈ ഒരു പേഴ്സൺ ഇപ്പോൾ അവർക്ക് നിയന്ത്രിച്ച് നിർത്താൻ പറ്റാത്തത് കൊണ്ടൊക്കെ ആയിരിക്കും. അല്ലെങ്കിൽ ഈ ഒരു പേഴ്സണായിട്ട് വളരെ സൈലൻ്റ് ആയിട്ട് നിൽക്കുന്ന ഒരവസ്ഥ, അവർ വിചാരിക്കുന്ന പോലുള്ളൊരു റെസ്പോൺസ് ഈ ഒരു പേഴ്സൻ്റെ ഭാഗത്തു നിന്ന് കിട്ടാത്തത് കൊണ്ടൊക്കെ ആയിരിക്കും. അപ്പോൾ വളരെയധികം ഇംപേഷ്യൻ്റ് ആയിട്ട് ഈ ഒരു തേർഡ് പാർട്ടി ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതായിട്ട് കാണാം. നിങ്ങളുടെ വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യമേ പറഞ്ഞതുപോലെ എന്നാൽ ഒരു തണുപ്പം മട്ടിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ പൂർണ്ണമായിട്ടും ഈ ഒരു തേർഡ് പാർട്ടിയെക്കുറിച്ചുള്ള ഒരു ഐഡിയ നിങ്ങളുടെ വ്യക്തിക്ക് കിട്ടിയോ, അല്ലെങ്കിൽ പൂർണ്ണമായിട്ടും അവരെ മനസ്സിലാക്കിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്ന് പറയേണ്ടതായിട്ട് വരും. പക്ഷേ ഒരു കൺഫ്യൂഷൻ അല്ലെങ്കിൽ ആ ഒരു കൺഫ്യൂസ്ഡ് മൈൻഡ് ഉണ്ടായിരിക്കുന്ന ഒരവസ്ഥ തന്നെയാണ്. അല്ലെങ്കിൽ അവരെ ഒന്ന് സസ്പീഷ്യസ് ആയിട്ട് കാണുന്നതിൻ്റെ ഒരു ബിഗിനിങ് സ്റ്റേജ് ആണ് എന്നുള്ളത് തന്നെ വേണമെങ്കിൽ പറയാം. അപ്പോൾ ഈ ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ മാനസികമായിട്ട് അവിടെ ഒരു ഇൻപുട്ടോ കാര്യങ്ങളൊന്നും ഇടാതെ നിൽക്കുന്നതും അത് തന്നെയാണ്. അപ്പോൾ ഇതിൽ നിന്ന് പുറത്തേക്ക് പോയാലോ എന്നുള്ളൊരു ചിന്തയും തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൺ ഉണ്ട്. ആ ഒരു റിലേഷൻഷിപ്പ് എങ്ങനെയുള്ളതാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കാനോ അല്ലെങ്കിൽ അതിൽ നിന്ന് പുറത്തേക്ക് കടക്കാനായിട്ടൊക്കെ ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. ഭയങ്കരമായിട്ടുള്ള ഒരു ശ്രമം അവർ അതിന് വേണ്ടിയിട്ട് നടത്തുന്നു എന്നുള്ളതല്ല, പക്ഷെ മെൻ്റലി ഈ ഒരു പേഴ്സൺ ആ ഒരു രീതിയിലൊക്കെയാണ് ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ വ്യക്തിയുടെയോ അല്ലാന്നുണ്ടെങ്കിൽ തേർഡ് പാർട്ടിയുടെയോ സോഡിയക് സൈൻസ് അക്വേറിയസ്, ലീബ്ര, ജെമിനി ഇതിലേതെങ്കിലുമൊക്കെ ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ പ്രസൻ്റ്ലി നോക്കുമ്പോൾ
ഈ ഒരു തേർഡ് പാർട്ടി റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിക്ക് ഈ ഒരു തേർഡ് പാർട്ടിയോടുള്ള എനർജിയും അവർക്ക് തിരിച്ചുള്ള എനർജി എന്ന് പറയുന്നത് ഈ ഒരു തരത്തിലാണ് കാണുന്നത്. ഒരാൾ കുറച്ച് ഡൊമിനേറ്റ് നിൽക്കുന്നു, ഒരാൾ അത്ര എനർജി അതിനകത്ത് ഇടുന്നില്ല എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ നിങ്ങളുടെ വ്യക്തി നമ്മളോട് പറഞ്ഞതുപോലെ പൂർണ്ണമായിട്ടും അവരെ ധിക്കരിച്ച് അല്ലെങ്കിൽ ഭയങ്കര ക്ലാഷസ് നടത്തി ഇറങ്ങിപ്പോരുന്നൊന്നും ഇല്ല എന്നുണ്ടെങ്കിലും മാനസികമായിട്ട് ഒട്ടും തൃപ്തികരമായിട്ടുള്ള രീതിയിലല്ല പോയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു തേർഡ് പാർട്ടി പല രീതിയിലും നിങ്ങളുടെ പേഴ്സണെ സ്പൈ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ടാവാം, അല്ലെങ്കിൽ അവരുടെ ആക്ടിവിറ്റീസ് എന്താണെന്ന് ചെക്ക് ചെയ്യുന്നുണ്ടാവാം. ആ ഒരു പേഴ്സണോ ഇപ്പോൾ നിങ്ങളും തമ്മിലുള്ള ഒരു കണക്ഷനോ കാര്യങ്ങളൊക്കെ അറിയുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ടോ എന്ന് അറിയാൻ ചിലപ്പോൾ അവർ ശ്രമിക്കുന്നുണ്ടാവാം. കാരണം എല്ലാ തരത്തിലും ആ ഒരു പേഴ്സണെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട് ഈ ഒരു തേർഡ് പാർട്ടി, അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയോടൊപ്പം പിടിച്ചു നിർത്താനായിട്ട് അവർ ശ്രമിക്കുന്നതായിട്ട് തന്നെയാണ് നമുക്ക് കാണുന്നത്. ഇപ്പോൾ ചിലപ്പോഴെങ്കിലും നിങ്ങളുടെ വ്യക്തിക്ക് ഇതൊരു ടോക്സിക് റിലേഷൻഷിപ്പായിട്ടൊക്കെ ഫീൽ ചെയ്തത് കൊണ്ടായിരിക്കാം ഇതിൽ നിന്ന് ഇറങ്ങിപ്പോകണം എന്നുള്ള ആ ഒരു ചിന്താഗതി വരെ അവർ എത്തി നിൽക്കുന്നത്. ഇനിയിപ്പോൾ നമ്മൾ നിങ്ങളുമായിട്ടുള്ള ഒരു ഓവറോൾ എനർജിയാണ് നോക്കുന്നത്. അപ്പോൾ ഈ പറഞ്ഞതുപോലെ ഇവരുടെ രണ്ടുപേരുടെ എനർജീസ് വെച്ചിട്ടാണ് നമ്മളിപ്പോൾ തേർഡ് പാർട്ടി റീഡിങ് ചെയ്തതെങ്കിൽ നിങ്ങളായിട്ടുള്ള എനർജി എന്ന് പറയുന്നത് ഈ ഒരു പേഴ്സൺ ഇപ്പോൾ നിങ്ങളോടുള്ള ഒരു ഔട്ട്ലുക്ക് മാത്രമാണ് നമ്മൾ എടുക്കുന്നത്. നിങ്ങളുടെ എനർജിയോ കാര്യങ്ങളോ ഇതിനകത്ത് വന്നിട്ടില്ല. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ നമുക്ക് കാണേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു തേർഡ് പാർട്ടിയുമായിട്ടുള്ള സ്പ്രെഡിൻ്റെ ഒരു കണ്ടിന്യൂഷൻ പോലെയാണ് നിങ്ങളുമായിട്ടുള്ള ഒരു എനർജി നമുക്ക് കാണാനായിട്ട് കഴിഞ്ഞിരിക്കുന്നത്. അതായത് അവിടെ നമുക്ക് ആ ഒരു 6 ഓഫ് സോഡ്സ് എനർജി ഉണ്ട്, ഇവിടെ അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ എന്നാണ് ഈ ഒരു ഡെക്കിനകത്താണെന്നുണ്ടെങ്കിലും ആ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് ഇറങ്ങി നിങ്ങളായിട്ട് മുന്നോട്ട് പോകാനായിട്ട് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ ഒരുപക്ഷെ നിങ്ങൾ തമ്മിലൊരു നോ കോൺടാക്റ്റിലോ അല്ലെങ്കിൽ ലെസ് കോൺടാക്റ്റിലോ ഒക്കെ മുന്നോട്ട് പോകുന്നൊരവസ്ഥയൊക്കെ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തിക്ക് ചിലപ്പോൾ മനഃപൂർവ്വമായിട്ട് വരാതിരിക്കുന്നതായിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ തേർഡ് പാർട്ടി കാരണം ഒരു സേഫ് ഡിസ്റ്റൻസ് ഇട്ട് മാറി നിൽക്കുന്നൊരവസ്ഥയായിരിക്കാം. നിങ്ങളുമായിട്ട് ആ ഒരു ക്വാളിറ്റി ടൈം ഒന്നും ഷെയർ ചെയ്യാൻ കഴിയാത്തൊരു സിറ്റുവേഷനൊക്കെ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരത് ആഗ്രഹിക്കുന്നുണ്ടെന്നുള്ളതാണ്. നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്, ചില കാര്യങ്ങൾ സംസാരിക്കാനായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ കുറച്ച് സമയം നിങ്ങൾക്ക് മാറ്റി വെക്കാനായിട്ട് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നതായിട്ട് തന്നെ നമുക്കിവിടെ കാണാം. അപ്പോൾ തീർച്ചയായിട്ടും നോ കോൺടാക്റ്റ് അല്ലെങ്കിൽ ലെസ് കോൺടാക്റ്റിലൊക്കെ നിൽക്കുന്ന വ്യക്തികൾ തന്നെ ആയിരിക്കണം. അതുപോലെ തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിൽ ചിലപ്പോൾ അവർ ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റോ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടാവാം, പക്ഷെ എന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ട് ഇപ്പോഴത്തെ ഒരു സ്ഥിതി വരെ എത്തിപ്പോയതായിരിക്കാം. അപ്പോൾ ഫ്യൂച്ചറിലെങ്കിലും ഇതിനകത്തൊരു മാറ്റം ഉണ്ടാവും എന്നുള്ള ആ ഒരു പ്രതീക്ഷ ഈ ഒരു പേഴ്സൺ ഉണ്ട്, അല്ലെങ്കിൽ ഫ്യൂച്ചറിലാണ് ഇതിനകത്തൊരു ചേഞ്ച് ഉണ്ടാവുന്നത് എന്നവർ ചിന്തിക്കുന്നതായിട്ട് തന്നെ നമുക്ക് കാണാം. അതുപോലെ തന്നെ ആ ഒരു എംപ്രസ് എനർജിയും വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെ കാണുന്നത് തന്നെ ആ ഒരു പേഴ്സൺ ആ ഒരു തരത്തിലാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ എംപ്രസ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മളതൊരു ജെൻഡർ വൈസ് പറയുന്നതല്ല, ആ ഒരു തരത്തിലുള്ള എനർജിയാണ്. മെസ്കുലിൻ ആണെന്നുണ്ടെങ്കിൽ ഫെമിനിൻ ആണെന്നുണ്ടെങ്കിലും അത്രയും കെയർ ആയിട്ട് അല്ലെങ്കിൽ അത്രയും ലവബിൾ ആയിട്ടുള്ള പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിട്ട് തന്നെയാണ് അവർ നിങ്ങളെ കാണുന്നത് എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും അവരുടെ മനസ്സിൽ നിങ്ങളോടൊരു റെസ്പെക്റ്റ് ഉണ്ട്, അല്ലെങ്കിൽ സ്നേഹമുണ്ട്, നിങ്ങളെക്കുറിച്ച് ഓർക്കുന്ന ഒരു പേഴ്സൻ്റെ ഒരു എനർജിയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഒരുപക്ഷെ ഈ ഒരു തേർഡ് പാർട്ടിയിൽ നിന്നുള്ള അനുഭവം ഇങ്ങനെ ആയതുകൊണ്ട് നിങ്ങളെ കുറച്ചും കൂടി അവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് ഈ ഒരു സമയത്തായിരിക്കാം. എങ്ങനെ വേണമെന്നുണ്ടെങ്കിലും നമുക്കത് കൺസിഡർ ചെയ്യാം. അപ്പോൾ ഓവറോളായിട്ട് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് അവർ നിങ്ങളോടൊപ്പം കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്, ഒന്ന് ഓപ്പണപ്പായിട്ട് സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മളുടെ ഇന്നത്തെ റീഡിംഗ് ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇത് നിങ്ങളുടെ പേഴ്സൻ്റെ ഒരു എനർജി ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനൊക്കെ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ആ ഒരു തേർഡ് പാർട്ടി മൂലമാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായി നിൽക്കുന്നതെങ്കിൽ തേർഡ് പാർട്ടി റിമൂവലിനായിട്ട് തന്നെ നിങ്ങൾ ക്ലെയിം ചെയ്യാം. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ. നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.